ഈ അപ്പൊ നമ്മൾ SEO എന്താണെന്ന് കേട്ടു. വൈ ഡു വി യൂസ് SEO? എവിടെ ഇതിന്റെ റിയൽ കേസ് സിനാരിയോസിൽ SEO ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? നമുക്ക് കുറച്ച് ലീഡ്സ് കിട്ടും അല്ലെ? സോ വി ഗെറ്റ് സം ലീഡ്സ്. നമ്മുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സപ്പോസ് എനിക്ക് ഒരു പ്രോഡക്റ്റ്, ഒരു കൺസ്ട്രക്ഷൻ വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ഞാൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ വെബ്സൈറ്റ് ഓണറാണ്. അപ്പോൾ എനിക്ക് SEO ചെയ്ത് എനിക്ക് കുറച്ച് ലീഡ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ലീഡ്സ് ഐ എം ട്രൈങ് ടു ഗെറ്റ് ദം കൺവേർട്ടഡ് ഇൻ ടു റിയൽ കസ്റ്റമേഴ്സ്. ഓക്കെ, ഇതാണ് ഈ SEO സൈറ്റ്. SEO ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സൈറ്റ് ടോപ്പിലേക്ക് വരും. എന്നിട്ട് നമുക്ക് കുറച്ച് ലീഡ്സ് കിട്ടും. നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഈ ജനറേഷൻ ഓഫ് ലീഡ്സ് ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദീസ് ലീഡ്സ് ലേറ്റർ ഓൺ എന്നുള്ളതാണ്. ഇതാണ് അൾട്ടിമേറ്റ്. സോ ഈ SEO മാത്രമല്ല, സോ ഇത് നിങ്ങൾ ഇപ്പം മാർക്കറ്റിംഗ് സൈഡിൽ നിങ്ങൾ PPC ചെയ്യുന്നുണ്ടായിരിക്കും, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഫേസ്ബുക്ക്, ലിങ്ക്ഡ്ഇൻ, ട്വിറ്റർ, അങ്ങനെ പല പ്ലാറ്റ്ഫോംസിലും നമ്മൾ നമ്മുടെ ആഡ് കൊണ്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ ആഡുകളെല്ലാം എന്താ പറയാ, ഈ ആഡ് കണ്ടിട്ടാണ്, ഈ ഡിജിറ്റലി പബ്ലിഷ് ചെയ്യുന്ന ആഡ് കണ്ടിട്ടാണ് ഒരു വെബ്സൈറ്റ് ഓണർക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഓണർക്ക് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ കോണ്ടെക്സ്റ്റ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ. ഓക്കെ, ഈ എടുക്കുന്ന ഡേറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ട് വി ഡു വിത്ത് ഇറ്റ്? ഹൗ ഡു വി ഓപ്റ്റിമൈസ് to get, optimize the digital marketing campaigns and get more leads out of it with the same amount of budget? ഇതൊക്കെ എങ്ങനെ ചെയ്യാം? ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെയാണ് ഞാൻ കവർ ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ്. So giving a brief intro about me. My name is Sonia. ഞാൻ 10 years ആയിട്ട് ഈ ഡേറ്റ ആൻഡ് അനലിറ്റിക്സിൽ വർക്ക് ചെയ്യുന്നു. അതിൽ 7 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തത് ഇൻഫോ പാർക്കിലെ ഒരു മാർക്കറ്റിംഗ് അനലിറ്റിക്സ് കമ്പനിയിലായിരുന്നു. ഓൾമോസ്റ്റ് 7 years ഞാൻ വർക്ക് ചെയ്തത്. ആൻഡ് ദെൻ ലേറ്റർ ഓൺ I moved to EY. ഇപ്പൊ ഞാൻ EYയിൽ സീനിയർ കൺസൾട്ടന്റ് റോള് ഡേറ്റ ആൻഡ് അനലിറ്റിക്സ് വിങ്ങിൽ വർക്ക് ചെയ്യുന്നു. Okay, so this is a brief intro about me. So now I will like to take it from here on. So let's start. So I am sharing my screen. So yeah, ഞാൻ ജസ്റ്റ് ഈ PPT ജസ്റ്റ് നിങ്ങൾക്ക് I'm just keeping it, just for reference. And ഞാൻ പറയുന്നത് എല്ലാം എൻ്റെ ഒരു 10 yearsലെ എക്സ്പീരിയൻസ് ആയിരിക്കും. It's not just PPT. Just don't bother about the PPT. ഇത് ഞാൻ മറന്നുപോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് കീപ്പ് ചെയ്യുന്നു മാത്രം. ഓക്കെ, സോ ഈ ഡേറ്റ അനലിറ്റിക്സ് നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? അതോ എന്താണ് നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കിട്ടുന്ന ലീഡ്സ്, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നിങ്ങൾ കേൾക്കുന്ന സാധാരണ നോർമലി കേൾക്കുന്ന എല്ലാ ബ്രാൻഡുകളും, ഫോർ എക്സാമ്പിൾ പെപ്സി കമ്പനി, കൊക്കോകോള, ഡെല്ലിന്റെ ഡെൽ ലാപ്ടോപ്പ്, അങ്ങനെ എന്ത് തരം സാധനങ്ങളാണെങ്കിലും, എന്ത് പ്രോഡക്റ്റ്, ബ്രാൻഡഡ് ആയിട്ടുള്ള എന്ത് പ്രോഡക്റ്റ് നിങ്ങൾ കാണുന്നതാണെങ്കിലും, അതിന് they have a digital platform where they publish their ads. People go and നമ്മളിപ്പോ ഫേസ്ബുക്കിൽ പോകും, അല്ലെങ്കിൽ വേറെ നിങ്ങളിപ്പോ ഒരു മനോരമയുടെ സൈറ്റിൽ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോകും, നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ ഒരു ആഡ് പോയി ക്ലിക്ക് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ആ ആഡ് നമുക്ക് അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല, പിന്നെ ലേറ്റർ ഓൺ വി ഹാവ് ദാറ്റ് തോട്ട് ഇൻ അവർ മൈൻഡ്. ഓക്കെ നമ്മളെ ആ പ്രോഡക്റ്റ് അഗൈൻ നമ്മൾ വീണ്ടും കമ്പ്യൂട്ടറിൽ വന്നിരിക്കും, വീണ്ടും ഇരുന്ന് ചെയ്യും, വീണ്ടും ആഡ് ക്ലിക്ക് ചെയ്യും. അങ്ങനെ ചിലപ്പോൾ ഒരു 10 വെബ്സൈറ്റിൽ കൂടെ ട്രാവേഴ്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളൊരു അല്ലെങ്കിൽ ഒരു ആഡിൽ ശരിക്കും പോയി ക്ലിക്ക് ചെയ്ത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അതിനെക്കുറിച്ച് തറോ സെർച്ചും എല്ലാം നടത്തിയിട്ടായിരിക്കും അവസാനം നമ്മൾ ചിലപ്പോൾ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും പോയിട്ട്
നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു പ്രാക്ടിക്കൽ സിനാരിയോ. ദിസ് ഇസ് കോമൺ ടു എവരിബഡി. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ കുറെ ഗൂഗിൾ സെർച്ച് അടിക്കും, അതിന്റെ ആഡുകൾ നോക്കും, പല രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുക്കുക. അപ്പം ദാറ്റ്സ് വാട്ട് റിയലി ഹാപ്പൻസ്. ഓക്കെ, അപ്പം നമ്മള് സാധാരണ നമ്മൾ ഗൂഗിളൊക്കെ അടിക്കുമ്പോൾ നമ്മൾ SEO കണ്ടു, പിന്നെ നമ്മൾ കുറെ ആഡ്സ് കണ്ടു. ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് വെൻ യു ജസ്റ്റ് ക്ലിക്ക് ഓൺ ആൻ ആഡ്? നിങ്ങളുടെ ഇപ്പം പിന്നെ നിങ്ങളിപ്പോ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഫേസ്ബുക്കിൽ പോയി വെറുതെ ഒരു ആഡുമ പോയി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പിറ്റേ ദിവസം വന്ന് ഫേസ്ബുക്കിൽ ഇരിക്കുമ്പോഴും യു വിൽ സീ ദ സെയിം റിലേറ്റഡ് കൈൻഡ് ഓഫ് ആഡ്സ്. ഓക്കെ, അത് എങ്ങനെയാണ് അവർ നിങ്ങളെ കറക്റ്റ്ലി സ്പോട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ആഡ് വന്ന് വീണ്ടും ഡിസ്പ്ലേ ആകുന്നത്? ദാറ്റ് മീൻസ് യുവർ ബ്രൗസിംഗ് ഹിസ്റ്ററി ഈസ് ബീങ് സ്റ്റോർഡ് സംവെയർ ആൻഡ് ബീങ് റീയൂസ്ഡ് ബൈ സംബഡി എൽസ് വിത്തൗട്ട് നിങ്ങളത് അറിയുന്നില്ല. ബട്ട് യുവർ ഇൻഫർമേഷൻ ഇസ് ഗെറ്റിംഗ് ട്രാക്ക് സംവെയർ. അത് എവിടെയാണ് ഈ ട്രാക്ക് ആവുന്നത്? അവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. ഓക്കെ, സോ വാട്ട് റിയലി ഹാപ്പൻസ് ഇസ്, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം കാണിക്കാം. ഞാൻ എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? Can somebody give me a thumbs up if you can see my screen? Okay. Yes, കാണാം. Okay. അപ്പം ഞാൻ ഇതിൽ പോയിട്ട് ഞാൻ അടിക്കുവാണ് നൈക്കി ഷൂസ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ആഡ് ഞാനൊരു കീവേഡ് സെർച്ച് കൊടുത്തു. ഇനി ഞാൻ ഇതിൽ ഒരു ആഡ് കാണാണ്. ഐ എം ജസ്റ്റ് ക്ലിക്കിംഗ് ഓൺ ദിസ് ആഡ്. ഈ ആഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്റെ ഈ ബ്രൗസറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. എന്റെ പ്രീവിയസ് ബ്രൗസിംഗ് ഹിസ്റ്ററി, എന്റെ നെയിം, എന്റെ എന്താ പറയാ, എന്റെ അറ്റ്ലീസ്റ്റ് എന്റെ യൂസർ ID, ഞാനിപ്പോ നോക്കുന്ന ഈ ആഡ് കാണുന്ന ഈ സമയം, പിന്നെ ഈ ആഡ് ഇപ്പൊ ഞാൻ ഏത് ലൊക്കേഷനിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ ആഡ് നോക്കുന്നത്, പിന്നെ ഈ ആഡ് എന്ത് കീവേഡ് അടിച്ചിട്ടാണ് വന്നത്. ഓക്കെ, പിന്നെ ഈ ആഡ് ഞാൻ എന്റെ ഏജ് എന്താണ്, ഇതൊക്കെ ഞാൻ അറിയാതെ ഞാനൊരു സ്ഥലത്ത് എന്റെ ബ്രൗസറിലുള്ള സാധനമാണ്. when I click on this ad, as soon as I click on this ad, what happens is this information is being traversed to an ad server. Ad server എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ക്ലിക്ക്, ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ ഈ ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ പോയി ഒരു ആഡ് സെർവറിൽ, ഈ ആഡ് എവിടെ നിന്നാണ്, ഈ ആഡ് എടുത്ത് നമുക്ക് കാണിക്കുന്ന ഒരു സെർവർ ഉണ്ട്, ആ സെർവറിലേക്ക് ഞാൻ എന്റെ ഇൻഫർമേഷൻസ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഫൈൻ. അപ്പൊ അവരവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, എന്റെ ഈ ഇൻഫർമേഷൻസ് എല്ലാം അവർ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഞാൻ കാണുന്ന ഒരു ആഡിന്റെ കാര്യം, ഇതേപോലെ ഇമാജിൻ അവര് ഒരു ദിവസത്തേക്ക് ഇപ്പൊ പെപ്സി അല്ലെങ്കിൽ കൊക്കോകോള അവരുടെയൊക്കെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അൺഇമാജിനബിൾ. വൈ ഐ സേ സോ ഇസ് ബിക്കോസ് ഞാൻ വർക്ക് ചെയ്തത് ഇതേപോലെ ആഡ് ചെയ്യുന്ന കമ്പനികളുടെ ഡേറ്റ അനലിറ്റിക്സിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഫോർ 7 years. അപ്പം എനിക്കറിയാം, സോ ദെയർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വെരി 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 ഹ്യൂജ് ദൻ വാട്ട് യു കെൻ ഇമാജിൻ. അപ്പൊ അപ്പൊ ഇവർ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അത്രയും നമ്പർ ഓഫ് ആഡ്സ് പല സ്ഥലങ്ങളിലും പല ആൾക്കാരും കാണുന്നുണ്ട്. ഇവരുടെ ഒക്കെ ഇൻഫർമേഷൻ ഈ ആഡ് സെർവറുമായിട്ട് എക്സ്ചേഞ്ച് ആയി പോകുന്നുണ്ട്. ആ ഡേറ്റ ഈ അനലിറ്റിക്സ് കമ്പനികൾ നമ്മളത് എടുക്കും, നമ്മളത് വാങ്ങിക്കും, എന്നിട്ട് അതിനെ അനലിറ്റിക്സ് അത് നമ്മൾ ചെയ്യും. നമ്മൾ ചെയ്തിട്ട് എന്താണ് അവരോട് പറയുന്നത്? വി സേ ദാറ്റ് ഓക്കെ, നിങ്ങൾ ഇന്ന കീവേഡ് അടിച്ചപ്പോൾ ഇത്രയും ആൾക്കാർ, ഇന്ന കീവേഡ് അടിച്ചാണ് ഇത്രയും ആൾക്കാർ നിങ്ങളുടെ ആഡിൽ എത്തിപ്പെട്ടത്, ഇന്ന കീവേഡിന് ഡിമാൻഡ് ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഇത്ര ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാർക്കാണ് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റിനോട് താല്പര്യം. ഇങ്ങനെയുള്ള പല ഇൻഫർമേഷൻസും നമ്മൾ അവർക്ക് ഈ ആഡ് ചെയ്യുന്ന ആൾക്കാർക്ക്, നമ്മൾ ഈ അനലിറ്റിക്സ് ചെയ്യുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർ ഞങ്ങൾ അവർക്ക് കൊടുക്കും. സോ ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ വാല്യുബിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അവർ പിന്നീട് എന്ത് ചെയ്യുന്നത്, അവരുടെ ആഡ് അതനുസരിച്ച് ഓക്കെ ഇത്ര ആൾക്കാരെ ഇത് കാണിച്ചാൽ മതി, ബാക്കി ആൾക്കാരെ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് കമ്പനിക്ക് മനസ്സിലായി. സോ ദിസ് ഇസ് വാട്ട് ദേ റിയലി ഡു അറ്റ് ദ ബാക്ക്ഗ്രൗണ്ട്. So do you get me? Are you with me till now? A silence means I assume it is a yes. Okay. So ഇനി ഞാൻ എന്റെ PPT ജസ്റ്റ് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം
അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അരീന അല്ലെങ്കിൽ ഈ ഒരു സിനാരിയോയിൽ നടക്കുന്ന കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ അറിയാതെ നടക്കുന്ന കുറച്ച് സംഗതികൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താന്ന് ഓൾറെഡി ദീപ്തി കുറെ പറഞ്ഞു തന്നു. വാട്ട് യു ഡു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് ലോട്ട്സ് ഓഫ് സ്റ്റഫ് ഇൻ ഇറ്റ്. ഒരു നെവർ എൻഡിങ് പ്രോസസ് ആണ്. അവിടെ നിന്നാണ് ഈ ഡേറ്റയുടെ മൊത്തം തുടക്കം. അതായത് എവിടെ കൊണ്ട് എന്റെ ആഡ് ഇടണം, എന്ത് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസിൽ എന്റെ ആഡ് ഇടണം, ഗൂഗിളിൽ ഇടണോ, യാഹൂയിൽ ഇടണോ, ബിങ്ങിൽ ഇടണോ, എന്തൊക്കെ സെർച്ച് എഞ്ചിനിൽ എനിക്ക് ആഡ് ഇടണം, എന്തൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എനിക്ക് ആഡ് ഇടണം. ഈ ഫേസ്ബുക്കിൽ എന്റെ ആഡ് ഇടുമ്പോൾ ആ ഫേസ്ബുക്കിന്റെ ആഡ് സെർവർ ആയിട്ട് എന്റെ ഇൻഫർമേഷൻസ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലാണ് ഞാൻ എന്റെ ആഡ് കൊണ്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, എന്തൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഞാൻ ബിസിനസ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതൊക്കെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അനലിറ്റിക്സ് ആസ് ഐ ടോൾഡ് യു, ഇതിന്റെ അനലിറ്റിക്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു 100 രൂപ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ്ലി സ്പെൻഡ് ആയോ എന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? സെയിം വേ ഇപ്പൊ ഒരു വലിയ ഒരു ബ്രാൻഡ് ഇമാജിൻ, ഒരു പെപ്സി അല്ലെങ്കിൽ 100 രൂപയുടേതല്ല അവർക്ക്, അല്ലെങ്കിൽ ഒരു 100 കോടി ജനം അവരുടെ ആഡ് കണ്ടിട്ട് അത് എങ്ങനെയാണ് ഇപ്പം അവരതിന് ഇത്രയും പേര് ആഡ് കണ്ടു, ഇത്രയും അതെങ്ങനെയാണ് ആ ഡേറ്റ, അത്രയും പേരുടെ ഡേറ്റ അവർ കളക്ട് ചെയ്ത് അതിന് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു യൂസ്ഫുൾ പീസ് ഓഫ് ഇൻഫർമേഷൻ അതിൽ നിന്ന് എടുക്കുന്നത്? അതിന് അവർക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു CTO അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഹെഡിനൊന്നും ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ അനലിറ്റിക്സ് ചെയ്യുന്ന ആൾക്കാരുടെ ഹെൽപ്പ് അവര് എടുക്കുന്നത്. ഓക്കെ, സോ ഇനി ഞാൻ വരുന്നത് ഇപ്പം ഈ ഡേറ്റ അനലിറ്റിക്സ്, ഇതൊക്കെ ഇപ്പൊ ഭയങ്കര ഹൈപ്പുള്ള, ഭയങ്കരമായിട്ട് എല്ലാവരുടെയും കേൾക്കുന്ന ഒരു കാര്യം. വാട്ട് ഇസ് ഡേറ്റ? ഈ ഡേറ്റ എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു ഹോസ്പിറ്റലിലെ ഒരു ഡേറ്റ എടുത്തു. ഐ ജസ്റ്റ് ലേൺ ഫ്രം ദിസ്. ഈ ഡേറ്റ എന്ന് പറയുമ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു യൂസ്ഫുൾ പീസ് ഓഫ് ഇൻഫർമേഷൻ ഉള്ള എന്തെങ്കിലും സാധനത്തിനെ പറയുന്നതാണ് ഈ ഡേറ്റ. പല ടൈപ്പ് ഓഫ് ഡേറ്റ ഉണ്ട്. ഇപ്പം ഹെൽത്ത് ഡേറ്റ ഉണ്ട്, ഹെൽത്ത് അനലിറ്റിക്സ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ കൊച്ചി തന്നെ ഒരു കമ്പനി ഉണ്ട്, ദേ വർക്ക് ഓൺ ഹെൽത്ത് അനലിറ്റിക്സ്. ദേ സേ ദാറ്റ് ഓക്കെ, ഈ ഒരു മരുന്ന് ഇന്ന ഒരു അസുഖത്തിന് വേണ്ടി കഴിച്ചിട്ട് ഇത്ര പേരുടെ കാര്യങ്ങൾ ഓക്കെ ആയി, ഇത്ര പേർക്ക് അത് യൂസ്ഫുൾ ആയില്ല. ഇങ്ങനെയൊക്കെയുള്ള അനലിറ്റിക്സ് ചെയ്യുന്ന കമ്പനികൾ ഇപ്പം നമുക്ക് അങ്ങനെയുണ്ട്. കമ്പനി ഇത്രയും പേര് വാക്സിനേഷൻ, ഇപ്പൊ വേറൊരു രീതിയിൽ നമുക്ക് നിങ്ങൾ എന്നും കേൾക്കുന്ന ഇത്രയും പേര് വാക്സിനേഷൻ എടുത്തിട്ട് കോവിഡ് വന്നു. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഡേറ്റ പഠിച്ച്, ഈ പ്രീവിയസ് ഡേറ്റ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന കുറച്ച് യൂസ്ഫുൾ പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പറയുന്നതാണ് ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ മൈനിങ് ചെയ്യുന്ന ആൾക്കാർ. അതൊക്കെ ഇപ്പൊ ഭയങ്കര ഹൈപ്പർ, ഇങ്ങനെ എപ്പോഴും കേൾക്കാം നിങ്ങൾക്ക്. സോ ദാറ്റ് അതൊരു സിമ്പിൾ തിങ് ആണ് ഡേറ്റ. എന്ത് ഡേറ്റയും ആവാം, ഹെൽത്ത് ഡേറ്റ ആവാം, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഡേറ്റ ആവാം. ഞാൻ പറഞ്ഞില്ലേ, ഡിജിറ്റൽ മാർക്കറ്റിംഗിന് എന്തുമാത്രം ഡേറ്റയാണ് ഒരു ദിവസം തന്നെ ജനറേറ്റ് ആകുന്നത്. സോ പല ടൈപ്പിലുള്ള ഡേറ്റ ആകാം. ഓക്കെ, ഈ ഡേറ്റ എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും ഈ ഡേറ്റ? So everybody speaks about data and nobody knows how it really looks like. So I will show you എന്റെ സിസ്റ്റത്തിൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡേറ്റ. ഇറ്റ് ജസ്റ്റ് ലുക്സ്, അത് എങ്ങനെയാ കാണാന്ന് വെച്ചാൽ, നമ്മളിപ്പം മൈക്രോസോഫ്റ്റ് എക്സലിലാണ് എനിക്ക് കിട്ടുന്ന ഡേറ്റ. യൂഷ്വലി ഇതുണ്ടോ, ഇതിപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോ ഒന്നും മനസ്സിലായെന്നല്ല, എനിക്ക് ബിസിനസ് അറിയുന്ന ആൾക്കാർ ചിലപ്പം ഇത് മനസ്സിലാകത്തുള്ളൂ. ഇതൊരു ഡേറ്റയാണ്. ഓക്കെ, ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. ഇതൊരു കോമ സെപ്പറേറ്റഡ് വാല്യൂസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ .csv എക്സ്റ്റൻഷൻ കണ്ടോ, എന്ന് പറഞ്ഞാൽ കോമ സെപ്പറേറ്റഡ് വാല്യൂസ്. ഞാൻ അതിലത്തെ ഡേറ്റ തുറന്നു നോക്കുമ്പോൾ കോമ വെച്ചിട്ടാണ് അതിലത്തെ ഡേറ്റ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. കണ്ടോ, എ കഴിഞ്ഞിട്ട് ബി കഴിഞ്ഞിട്ട് എവറിത്തിങ് ഗെറ്റ് സെപ്പറേറ്റഡ് ബൈ കോമസ്. അതിനെ പറയുന്നതാണ് കോമ സെപ്പറേറ്റഡ് വാല്യൂസ് എന്ന്. അപ്പം അതുപോലെ ടാബ് സെപ്പറേറ്റഡ് വാല്യൂസ് ഉണ്ട്. അതായത് ഞാൻ എ അടിച്ചിട്ട് അടുത്ത ഡേറ്റ വരുന്നത് I put a tab, okay, and then I put BCD, and then again I put a tab, എന്നിട്ട് ഓക്കെ, ഇങ്ങനെയാണ്. കോമയ്ക്ക് പകരം ടാബ് സെപ്പറേറ്റഡ് വാല്യൂസ് എന്ന് പറയും, TSV എന്ന് പറയും. അപ്പം അങ്ങനെയും നമുക്ക് ഡേറ്റ ഉണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കരുത് CSV TSV മാത്രം ലോകത്തിലുള്ളൂ. ഈവൻ ഈ PPT പോലും ഡേറ്റ ഉണ്ടാക്കുന്ന ആളുകൾ
ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു BPT ആണ്, ഇതിൽ നിന്നാണ് ഞാൻ ഡേറ്റ എടുക്കുന്നത്. സോ ഇങ്ങനെ പല തരത്തിലും ഡേറ്റ കാണും. നമ്മൾ അത് എങ്ങനെ എടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അത് പ്രോസസ് ചെയ്യാനായിട്ട് നമ്മൾ അത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. പല തരത്തിലുള്ള വേർഡ് ഫോർമാറ്റിൽ ഡേറ്റ ഉണ്ടാവും. എനിത്തിങ് ദാറ്റ് ഹാസ് എ യൂസ്ഫുൾ പീസ് ഓഫ് ഇൻഫർമേഷൻ, അതാണ് ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഡേറ്റ എന്താന്ന് പറഞ്ഞു. പിന്നെ ഹൗ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്, ഇപ്പൊ ഞാൻ ഡേറ്റ എങ്ങനെയാന്ന് കാണിച്ചത്, പല തരത്തിലുണ്ടെന്ന് കണ്ടു. പിന്നെ ഡേറ്റ എവിടെയാ സ്റ്റോർ ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ എനിക്കൊരു ഞാനൊരു 1000 രൂപയാണ് ഡിജിറ്റലി സ്പെൻഡ് ചെയ്യുന്നത്. ഈ 1000 രൂപയ്ക്ക് ഒരു എനിക്ക് തോന്നുന്നു ഒരു 1000 പേര് ആ ആഡ് കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ 1000 രൂപ ഞാൻ സ്പെൻഡ് ചെയ്തു, എനിക്ക് 1000 ഇംപ്രഷൻസ് ജനറേറ്റ് ആയി. 1000 ഇംപ്രഷൻസിൽ നിന്ന് എനിക്ക് 500 ക്ലിക്ക് കിട്ടി. 500, അതായത് 500 പേര് ആ ആഡുമ ക്ലിക്ക് ചെയ്തു. സോ ആഡ് സെർവർ ട്രാക്ക് ചെയ്യുന്നത് 500 പേര് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഏതൊക്കെയാണ് 500 പേര് എന്നുള്ളത് ആഡ് സെർവറിന് അറിയാം. ഓക്കെ, പിന്നെ അതിൽ നിന്ന് ഇത്ര പേര് പോയി ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അല്ലെങ്കിൽ അതിൽ നിന്നൊരു 100 പേര് ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. കൺവേർഷൻ 100 പേരാണ് ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. സോ കൺവേർഷൻ ഇസ് 100 പീപ്പിൾ. അപ്പം ഈ 3 ഫയൽസ്, അതായത് ഇംപ്രഷന്റെ, ക്ലിക്കിന്റെ, കൺവേർഷന്റെ, 3 ടൈപ്പ് ഓഫ് ഫയൽസ് ആണ് യൂഷ്വലി സാധാരണ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ ഡേറ്റ പോയി സ്റ്റോർ ചെയ്യുന്നത്, അപ്പം നിങ്ങൾ ആലോചിക്കണം, ഇപ്പൊ 1000 രൂപയുടെ ഇതാകുമ്പോ ഇത്രയും ഡേറ്റ വരുന്നുണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ തന്നെ നോക്കിക്കോ, ഇത് കണ്ടോ, 5 KB ഫയൽസ്, 8 KB ഫയൽസ്, 2 KB ഫയൽസ്. ഇങ്ങനെ ചിലപ്പം നമുക്ക് ഈ ഭയങ്കരമായ ഭീമൻ ബഡ്ജറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ആഡില് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഓക്കെ, അവരുടെ ഡേറ്റ ഹൗ ഇറ്റ് വിൽ ബി, അത് എന്തുമാത്രം ഉണ്ടായിരിക്കും, അത് നമ്മുടെ ഈ ലോക്കൽ സിസ്റ്റത്തിൽ ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇതില് നെവർ എൻഡിങ് ആണ്. കാരണം ഓരോ 5 മിനിറ്റിലും ഡേറ്റ, ഇത്ര പേര് ഇംപ്രഷൻ കണ്ടു, ഇത്ര ക്ലിക്ക് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ 5 മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ചിലപ്പോൾ ഡേറ്റ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ എവിടെ കൊണ്ട് പോയി സ്റ്റോർ ചെയ്യും? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വലിയ അല്ലെങ്കിൽ ഹ്യൂജ് ഡേറ്റാബേസസ് നമ്മൾ ഉപയോഗിക്കും. ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഹ്യൂജ് സെർവറിൽ ഹ്യൂജ് ഡേറ്റാബേസസ് ഇട്ടിട്ട് നമ്മൾ ഡേറ്റ അവിടെ പ്രോസസ് ചെയ്ത് സ്റ്റോർ ചെയ്യും. ഈ ഫയലിന്റെ രൂപത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഫയലിന്റെ രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായില്ല. ഇതിന് എന്താ മനസ്സിലായി, ഡേറ്റ തുറന്ന് കണ്ട ഇത്ര പേര് ക്ലിക്ക് ചെയ്തു, ആഡ് കണ്ടു എന്നൊന്നും പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഈ CSV ഫയൽസ് ഒന്നും തുറന്നുണ്ട് നിങ്ങൾക്കായാലും ഇപ്പൊ നോക്കുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. സോ സെയിം വേ കുറെ ഫയൽസ് നമുക്ക് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അതിന് നമ്മള് എന്താ പറയാ, നമ്മളൊരു ഡേറ്റാബേസിലൊക്കെ ഇട്ട് അതിനെ കുറെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻഡ് പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതാണ് ഞാനൊക്കെ ചെയ്യുന്ന അതിന്റെ അനാലിസിസ്. ഓക്കെ, ഇത് സ്റ്റോർ ചെയ്യുന്നത് വേറെ എവിടെയല്ല, പലതരം ഡേറ്റാബേസിൽ, ഹ്യൂജ് സെർവറുകളിൽ നമ്മൾ ഈ ഫയൽസ് ആയിട്ടല്ല സ്റ്റോർ ചെയ്യുന്നത്. ഫയലിൽ ഡേറ്റ നമ്മൾ ഡേറ്റാബേസിലോട്ട് ലോഡ് ചെയ്യും. സോ ദർ ഇസ് എ ലോഡിംഗ് പ്രോസസ് ദർ. അത് ലോഡ് ചെയ്തിട്ട് നമ്മൾ ആവശ്യമുള്ള സാധനം മാത്രം നമ്മൾ അവിടെ സൂക്ഷിച്ചു വെക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് എന്താ പറയാ, എന്താ നമുക്ക് ഇപ്പൊ കുറെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറെ എഴുതണ പേനകൾ കിട്ടിയെന്ന് വിചാരിക്കുക. കുറെ എണ്ണം എഴുതും, കുറെ എണ്ണം എഴുതത്തില്ല. കുറെ എണ്ണം ഉപകാരമുണ്ട്, കുറെ എണ്ണം ഉപകാരമില്ല. അപ്പൊ എന്താ ചെയ്യാ, ആവശ്യമുള്ളത് മാത്രം നമ്മൾ കീപ്പ് ചെയ്യും. സെയിം വേ നമ്മൾ ആവശ്യമുള്ള ഡേറ്റ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഡേറ്റാബേസിൽ കീപ്പ് ചെയ്യും. കാരണം ഈ ഡേറ്റാബേസ് കീപ്പ് ചെയ്യാനും കോസ്റ്റ്ലി ആണ്. ഇതിനും പൈസ കൊടുക്കണം, സെർവറുകാർക്ക് പൈസ കൊടുക്കണം, ഡേറ്റാബേസിന് അതിന്റെ ലൈസൻസ് വേണം, അങ്ങനെ പല പ്രശ്നങ്ങൾ അവിടെയും ഉണ്ട്. അപ്പൊ ഇതൊക്കെ മാനേജ് ചെയ്യുന്ന വലിയ വലിയ കമ്പനികളുണ്ട്. അത് ആ പണി അവർ നോക്കിക്കോളും. അപ്പൊ അവര് അവിടെ കൊണ്ട് ഡേറ്റ സ്റ്റോർ ചെയ്യും. അപ്പൊ അതാണ് പറഞ്ഞത്, ഈ ഡേറ്റ ജനറേറ്റ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ഈ അനലിസ്റ്റ്, ഈ ആൾക്കാരുടെ ഈ ഒരു ഹെൽപ്പും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഈ ഡേറ്റ നമ്മൾ പഠിച്ചിട്ട് വേണം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, ഇനി ഈ ക്യാമ്പയിനിൽ ആഡ് സ്പെൻഡ് ചെയ്യുന്നത് നിർത്തിക്കോ, ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നിങ്ങൾ അതിന് പകരം ഒരു 20 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രം ഈ ആഡ് കാണിച്ചാൽ മതി. അതുകൊണ്ട് പഴയ ക്യാമ്പയിൻ നിർത്തിക്കോ. എന്നൊക്കെ നമുക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഡാറ്റ നമ്മൾ പഠിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട്
happens in the real world scenario. Anyway, let me go to the next slide. Properties of data. നമ്മളിപ്പം ഈ ഡേറ്റ എന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് ഈ ഡേറ്റക്ക് എന്തൊക്കെ സംഗതികൾ ഉണ്ടാകാം? ഒരാൾക്ക് ഏജ് ഉണ്ട്, അല്ലെങ്കിൽ അയാളെ കോംപ്ലക്ഷൻ, അല്ലെങ്കിൽ അതൊക്കെ ഉള്ള പ്രോപ്പർട്ടീസ് ആണ്. അതുപോലെ ഈ ഡേറ്റയ്ക്കും ഉണ്ട് കുറച്ച് പ്രോപ്പർട്ടീസ്. എന്താണ് ആ പ്രോപ്പർട്ടീസ്? ഓക്കെ, ഈ ഡേറ്റ വരുന്ന അളവ്, ഡേറ്റയുടെ സൈസ്, ഓക്കെ, പല തരത്തിലുള്ള ഡേറ്റ ഞാൻ ജസ്റ്റ് നേരത്തെ മെൻഷൻ ചെയ്തു. ബട്ട് ഞാൻ ജസ്റ്റ് അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറൊരു പ്രത്യേക സ്ലൈഡ് ഉണ്ടാക്കി തന്നെ ഞാൻ കാണിച്ചത്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ബിഗ് ഡേറ്റ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന സംഗതികൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത്. ഈ ഡേറ്റ എന്ന് പറയുമ്പോൾ ഹ്യൂജ് ബഡ്ജറ്റിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അവിടെ എന്തുമാത്രം ഡേറ്റ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് all brands that you can think of are doing digital marketing spend annually, and they have these data analysis happening in the background to help them optimize their campaigns better and better. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ വർഷം ഇപ്പൊ 2021 പെപ്സി കമ്പനി ചിലപ്പം ഒരു ചെറിയൊരു എമൗണ്ട് പറയണം, $1 ലക്ഷം സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പൊ അവർക്ക് ഈ $1 ലക്ഷം അടുത്ത വർഷം സ്പെൻഡ് ചെയ്താൽ ഇന്ന് ഈ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ റിസൾട്ട് അടുത്ത വർഷം കിട്ടണം. ഇതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അതിനു വേണ്ടി ഏതൊക്കെ ക്യാമ്പയിനിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അത് അങ്ങനെയുള്ള കുറച്ച് യൂസ്ഫുൾ ട്രിക്സ് അതാണ്. ഓക്കെ, അപ്പം ഇത് ഹ്യൂജ് ബഡ്ജറ്റ് ആകുമ്പോൾ കുറെ ഡേറ്റ ഉണ്ടാവും, അൺഇമാജിനബിൾ ആണ്. അപ്പൊ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? സ്പീഡ്, ഹൗ ഫാസ്റ്റ് യു ഗെറ്റിംഗ് ദിസ് ഡേറ്റ. അതായത് നമുക്ക് എന്താ പറയാ, എപ്പോഴും കിട്ടുന്ന ഉണ്ടാവും, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഡേറ്റ വരും. അപ്പം ഭയങ്കര ചില ഡേറ്റ എന്താ പറയാ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടത്തുള്ളൂ, ചില ഡേറ്റ എല്ലാ മണിക്കൂറിലും കിട്ടിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഡിപ്പെൻസ്. ഓക്കെ, പിന്നെ വോളിയം എന്ന് പറയുന്നത് ദ സൈസ് ഓഫ് ദിസ് ഡേറ്റ എന്ത് മാത്രമാണ്. ചിലപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തന്ന ഫയൽ ചിലപ്പോൾ 2 KB ഒക്കെ ഉള്ളൂ, അത് കുഴപ്പമില്ല, നമുക്ക് മാനേജബിൾ ആണ്. എൻ്റെ ഒരു ലോക്കൽ സിസ്റ്റം വെച്ചിട്ട് മാനേജബിൾ ആണ്. പക്ഷെ ചിലപ്പം മിക്കവാറും പഴയ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അനലിറ്റിക്സ് ചെയ്തിരുന്നപ്പോ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ജിഗാബൈറ്റ് ആയിരുന്നു. ഒരു ഫയൽ അറ്റ്ലീസ്റ്റ് 1 GB ഉള്ള ഫയലുകളായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. സോ അത് എല്ലാ മണിക്കൂറുകളിലും വന്നുകൊണ്ടിരിക്കും. സോ ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് പ്രോസസ് ചെയ്യും, എന്നിട്ട് അതിനെ ആ ഫയലിനെ തട്ടിക്കളയും. ആവശ്യമുള്ള സാധനം ഡേറ്റാബേസിൽ ഞാൻ കൊണ്ട് സ്റ്റോർ ചെയ്ത്. ഓക്കെ, അപ്പൊ ഈ ഫയൽ എനിക്ക് സ്റ്റോർ ചെയ്യുന്ന പ്രശ്നം പിന്നെ വരുന്നില്ല, ഞാൻ ആ ഫയൽ ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, അപ്പം കാരണം എന്താ, ഞാൻ ആവശ്യമില്ലാത്ത ഫയൽ കളഞ്ഞു, ആവശ്യമുള്ള സാധനം എന്റെ ഡേറ്റാബേസിൽ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ റീസൺ വൈ ഐ ഡിലീറ്റ് ദാറ്റ് ഫയൽ. അപ്പൊ ഇങ്ങനെ ഡേറ്റ ഒഴുകിക്കൊണ്ടേയിരിക്കും, വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതാണ് വോളിയം എന്ന് പറയുന്നത്. വെറൈറ്റി എന്ന് പറയുമ്പോൾ എന്താ, പല ടൈപ്സ് ഓഫ് ഡേറ്റ. ഞാൻ പറഞ്ഞില്ലേ, CSV ഫയൽസ് ഉണ്ട്, TSV ഫയൽസ് ഉണ്ട്, പിന്നെ ഇപ്പൊ ഈവൻ PPT-യിൽ നമുക്ക് ഡേറ്റ കിട്ടും, വേർഡ് ഫോർമാറ്റിൽ ഡേറ്റ കിട്ടും. അങ്ങനെ പല രീതിയിൽ നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും ഈ വേർഡ് ഫോർമാറ്റിലൊക്കെ ഡേറ്റ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റണേന്ന് അത് വെച്ചിട്ട് അതും നമ്മൾ പ്രോസസ് ചെയ്യും. അതിനാണ് അതിനുള്ള സ്പെഷ്യലിസ്റ്റുകളും ഉണ്ട്. ദേ ക്യാൻ വർക്ക് ഓൺ ഇറ്റ്. അങ്ങനത്തെ ഡേറ്റ കിട്ടിയാലും അവർ പ്രോസസ് ചെയ്യും, PDF കിട്ടിയാലും പ്രോസസ് ചെയ്യും. എന്ത് ഡേറ്റ കിട്ടിയാലും നമ്മൾ അതിനെ ഒരു യൂസ്ഫുൾ പീസ് ഓഫ് ഇൻഫർമേഷൻ ആക്കിയിട്ട് മാറ്റിയെടുക്കും. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് I intend to speak with this slide. Let me go to the next. ഞാൻ പറഞ്ഞല്ലോ, more the digital spend, more the data receipt. ഇപ്പം $1 ലക്ഷം ഡേറ്റ കളഞ്ഞാൽ അത് കുറവായിരിക്കും. പക്ഷെ അതേസമയം ഇമാജിൻ 1 കോടി ആണെങ്കിലോ അത്രയും ഡേറ്റയും ഹ്യൂജ് ഡേറ്റ ആയിരിക്കും വരാം. സോ ദാറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അത്രയും ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇനിയാണ് ഐ എം റിയലി കമ്മിങ് ഇൻ ടു ദ ടോപ്പിക്. എന്താണ് ഈ മാർക്കറ്റിംഗ് അനലിറ്റിക്സ്? മാർക്കറ്റിംഗ് അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ മാർക്കറ്റിംഗ്, നിങ്ങൾ ഡേറ്റ മാർക്കറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നിങ്ങൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? പ്രോഡക്റ്റ് മാർക്കറ്റ് പലതരം പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ അത് കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യും. നിങ്ങൾ ഗൂഗിളിലിടും, അല്ലെങ്കിൽ യാഹൂലിടും, ബിങ്ങിലിടും, പിന്നെ പലതരം സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളിലിടും, യൂട്യൂബിലിടും, പല സ്ഥലത്തും നിങ്ങൾ കൊണ്ടുപോയി ആഡ് ഇടും. ഓക്കെ, അപ്പൊ അതിനെ പറയുന്നതാണ് ഈ മാർക്കറ്റിംഗ്. അതൊരു തരത്തിലൊരു മാർക്കറ്റിംഗ് ആണ്. പക്ഷെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനൊരു സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് സാധനം കൊടുക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്നത് പോലെയല്ല ഡിജിറ്റലി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അതൊരു വേറെ ടോട്ടലി ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് ആണ്.
അപ്പം അതിനെ പറയുന്നതാണ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇനി ഇതിന്റെ അനലറ്റിക്സ്, അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. സാധാരണ നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടാവും മാർക്കറ്റിംഗ് അനലറ്റിക്സ്. സാധാരണ ഡേറ്റ അനലറ്റിക്സ് പറയും. ഡേറ്റ അനലറ്റിക്സ് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് ഡേറ്റ നമുക്ക് കിട്ടും. ഈവൻ ഹെൽത്ത് ഡേറ്റ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹെൽത്ത് ഡേറ്റ കിട്ടും. അല്ലെങ്കിൽ ഇപ്പം ഇതില്ലേ നമുക്ക് ഇലക്ഷന്റെ ഡേറ്റ കിട്ടും, അതിന്റെ ക്യാമ്പയിന്റെ ഡേറ്റ കിട്ടും, പല തരത്തിലുള്ള ഡേറ്റ ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അനലിറ്റിക്സ്. അതാണ് എന്ത്? marketing analytics. That is what I intend to speak about. That's what you will be hearing from me from the next slide onwards. Marketing analytics. എപ്പോഴും ഇനി ഈ മാർക്കറ്റിംഗ് അനലിറ്റിക്സ് വെറുതെ പഠിച്ചിട്ട് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? മാർക്കറ്റിംഗ് അനലിറ്റിക്സ് ഇപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് അറിയുന്ന ആൾക്ക് മാർക്കറ്റിംഗ് അനലിറ്റിക്സും കൂടെ അറിഞ്ഞാൽ എന്താണ് അതിന്റെ ഗുണം? ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ ദിസ് ഇസ് ഓൾ ഫ്രം മൈ എക്സ്പീരിയൻസ്. ഓക്കെ, നമുക്കിപ്പം നിങ്ങൾ ഡിജിറ്റലി മാർക്കറ്റ് ചെയ്യുന്ന ഒരു ആളായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ഹാവിങ് 100 rupees with you and you don't know how to spend it. ഓക്കെ, സോ ഇറ്റ്സ് ദ സെയിം വേ. നമ്മൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ അനാലിസിസ് നടത്തുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ഹാവിങ് 100 rupees and where to spend it. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനോടൊപ്പം ഡേറ്റ അനലിറ്റിക്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു 100 രൂപയുടെ ബഡ്ജറ്റ് ഇട്ട് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ആണെങ്കിൽ പോലും നിങ്ങൾ അതിന്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കണം. ആരാണ് എന്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചത്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളാണ് വാങ്ങിച്ചത്, ഏത് സ്ഥലത്ത് നിന്നാണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഏത് ആഡ് കണ്ടപ്പോഴാണ് ആള് എന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്, എന്ത് കീവേഡ് അടിച്ചിട്ടാണ് അയാൾ എന്റെ പ്രൊഡക്റ്റ് കണ്ടത്, അങ്ങനെയുള്ള എല്ലാ തരം ഡീറ്റെയിൽസും നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്നാലല്ലേ നിങ്ങളുടെ പ്രോഡക്റ്റ് ബെറ്റർ ആയിട്ട് അത് അടുത്ത പ്രാവശ്യം ആ 100 രൂപ എവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം എന്നുള്ളതിന് നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ തോട്ട് ഉണ്ടാവുകയുള്ളൂ. സോ സെയിം വേ. ഓക്കെ,